സാധാരണ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് ഇങ്ങനൊരു യൂസ് ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുപാട് നാളായി സോഫ ഇതുപോലെ എടുത്ത് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ക്ലീൻ ആക്കിയെന്ന് മാത്രം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇന്ന് വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ആദ്യം സോഫയൊക്കെ എടുത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഗൾഫ് കൺട്രീസ് എവിടെയാണെങ്കിലും ഇതുപോലെ നമ്മൾ വിൻഡോ ഒക്കെ അടിച്ചിട്ടാലും എങ്ങനെയാണെങ്കിലും നമ്മുടെ റൂമിൽ എങ്ങനെയും പൊടി ഉണ്ടാവും. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കുന്നതും എത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇതുപോലെ നല്ലോണം സോഫേൻ്റെ താഴത്തൊക്കെ ഇതുപോലെ നല്ലോണം വേസ്റ്റൊക്കെ നല്ലോണം ഉണ്ടാവാറുണ്ട്. അവരെ കളർ പെൻസിലാണെങ്കിലും നമ്മളിതുവരെ അവിടെ ക്ലീനാക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കത് പിന്നെ സോഫ എടുത്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരുപാട് കാണാണ്ട് പോയ പെൻസിലും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുഷ്യൻസൊക്കെ എടുത്ത് ഇത് നല്ലോണം ഒന്ന് ഒരു ബ്രഷ് വെച്ച് ഇതെല്ലാം നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിന് ശേഷം വേസ്റ്റൊക്കെ ഒന്ന് വാരിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുറേയായിട്ട് ക്ലീൻ ആക്കാത്തത് കൊണ്ട് തന്നെ നല്ലോണം വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിലെ സോഫ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡിലെ സോഫയും കൂടെ ഒന്ന് കുഷ്യൻസൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ആക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് പോലും കുട്ടികൾ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ ക്ലേൻ്റെ ബോക്സും അങ്ങനെ ഒരുപാട് വേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവർ ഫുഡ് കൊണ്ട് എങ്ങനെയെങ്കിലും ഇതുപോലെ സോഫ വന്നിട്ട് കഴിക്കും. അപ്പം മറ്റേ സോഫ ചെയ്ത പോലെ തന്നെ ഇതും നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ബക്കറ്റിലേക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡേൻ്റെ കൂടെ തന്നെ കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് വിനിഗർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ലിക്വിഡ് കൂടെ ചേർത്തതിന് ശേഷം അത്യാവശ്യം ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചൂട് ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം കൈ അതിലേക്ക് കുത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു ടോപ്പ് വെച്ചിട്ടാണ് ഇന്ന് ഇപ്പോൾ സോഫ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ അതിൽ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ക്ലോത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സോഫേൻ്റെ കുഷ്യൻസൊക്കെ അതിലും തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സോഫ കാണാൻ കുറച്ച് ഭംഗിയുണ്ടെങ്കിലും ഇരിക്കാൻ അത്ര നല്ല സുഖമൊന്നുമില്ല. നമുക്ക് ചാരി ഇരിക്കുമ്പോൾ കറക്റ്റ് ഒരു ഇരിക്കാനൊരു പെർഫെക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നും.
ഇപ്പോൾ 2 സോഫേനും കുഷ്യൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത് ഇതുപോലെ ആ ഒരു ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഇതുപോലെ വെള്ളം നല്ലോണം പിഴിഞ്ഞെടുക്കാം. നല്ലോണം പിഴിയേണ്ട ആവശ്യമില്ല, കുറച്ച് അതിൻ്റെ ഒരു നനവ് അതിൻ്റെ മേലെ ഉണ്ടാവണം. അപ്പോൾ അതിനുശേഷം ഈ ഒരു ലിഡ് ഇതിൻ്റെ ഈ ഒരു ടവലിൻ്റെ മേലെ വെച്ച് ഈ ഒരു രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ സോഫ ഒക്കെ ക്ലീനാക്കി എടുക്കാൻ നമുക്ക് ഈസി പോലെ തോന്നും. അതിന് ശേഷം ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കാം. അങ്ങനെ ചെയ്തപ്പോൾ നല്ലോണം വേസ്റ്റൊക്കെ ഈ ഒരു രീതിയിലുണ്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീനാക്കി എടുത്താൽ നമുക്ക് അങ്ങനെ ഒരു പൊടിയുടെ ശല്യവും ഉണ്ടാവില്ല. സോഫ ഒക്കെ നല്ലോണം ഇതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നതും വിനിഗർ ചേർക്കുന്നതും കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ലിഡ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മേലെ ഈ ഒരു ക്ലോത്തും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് നല്ലോണം ഈസി ആയിട്ട് തന്നെ ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതിന് ശേഷം കുറേ ഇതുപോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്ക് അന്നേരമൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്തപ്പോൾ സോഫയൊക്കെ നല്ലോണം ക്ലീനായി വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇതുപോലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ പിന്നെ രണ്ടാമതൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യം വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലോത്തൊക്കെ ക്ലീനാക്കിയതിന് ശേഷം ഈ ഒരു ക്ലോത്തൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുമ്പോൾ അതിലെ വേസ്റ്റൊക്കെ പോവുകയും ചെയ്യും. ഇപ്പോൾ 2 സൈഡും ഇതുപോലെ ഒരു സൈഡിൽ നല്ലോണം വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് മറ്റേ സൈഡിലും ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കോട്ടൻ്റെ ക്ലോത്ത് ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. അതിനുശേഷം ഇപ്പുറത്തെ സോഫയും കൂടെ ഞാൻ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിലൊക്കെ നമുക്ക് ഈ ഒരു ലിഡിൻ്റെ ഭാഗം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വിനിഗർ ബേക്കിംഗ് സോഡ ഒക്കെ വരുന്നത് നമുക്ക് കറക്കി ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ലിക്വിഡും കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ വിനിഗറിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലല്ല. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സോഫയൊക്കെ ക്ലീനാക്കി എടുത്താലും നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ സോഫയൊക്കെ ഞാൻ നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുഷ്യൻസൊക്കെ നല്ലോണം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.